നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴായിട്ട് റിക്വസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ശരീരത്തിലെ അനാവശ്യ രോമങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വരാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അനാവശ്യ രോമങ്ങൾ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ഹെയർ റീഗ്രോത്ത് കുറക്കാനും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് മാത്രം കണ്ടാൽ പോരാ, വീഡിയോ ലാസ്റ്റ് വരെ കാണണം. അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ വൈകേണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് റീഗ്രോത്ത് ഒക്കെ ഹെയർ റീഗ്രോത്ത് കുറയുക എന്നൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ കാലിലെ ഹെയർ റിമൂവ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഹെയർ റിമൂവ് ചെയ്യാം, ഷേവ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വാക്സ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. അപ്പോൾ ഷേവ് ചെയ്തതിന് മുന്നേ ആയിട്ട് ഞാൻ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബോഡി ലോഷനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അപ്ലൈ ചെയ്യാണ്. സ്മൂത്തായിട്ട് ഹെയർ ഒന്ന് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ മുറിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഹെയർ റിമൂവ് ആവും, പിന്നെ അങ്ങനെ ഡ്രൈ ആവില്ല. അപ്പം ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് വീനസിൻ്റെ റേസറാണ്. എനിക്കിഷ്ടമാണ്, അടിപൊളിയാണ്. എന്താ പറയുക, നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാനും പറ്റും, അങ്ങനെ ഡ്രൈ ആവില്ല, നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ കാലൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പം നിങ്ങൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മറക്കാതെ ഫോളോ ചെയ്യുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ വാനിഷിങ് ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് വൗ എന്ന ബ്രാൻഡിൻ്റെ ഒരു ക്രീമാണ്. അപ്പോൾ ഇത് സ്ത്രീകൾക്കുള്ള ക്രീമാണ്, പുരുഷന്മാർക്കുള്ളത് എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ പോസ് ഉണ്ട്, ഹെയർ റൂട്ട്സ് ഉണ്ട്, അതിലോട്ടേക്ക് എത്തണമെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഹെയർ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ അത് ആ ഒരു പോസിലോട്ടേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഹെയർ റീഗ്രോത്ത് ഒന്ന് സ്ലോ ആവുകയുള്ളൂ. പിന്നെ ഇത് ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം 7 ഡേയ്സ് രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ലിപ്പിലൊക്കെ യൂസ് ചെയ്യാവുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹെയറിൻ്റെ ആ ഒരു ഗ്രോത്ത് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു തിക്നെസ്സും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഇതൊരു ഹെയർ റിമൂവിങ് ക്രീം അല്ല, പകരം ഹെയറിന്റെ ഗ്രോത്തിനെ റീഗ്രോത്തിനെ കുറക്കുന്ന ഒരു ക്രീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഹെയറിനെ റിമൂവ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു ക്രീമിന്റെ എഫക്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ഹെയർ വളരുന്ന റൂട്ടില്ലേ, അതിനെ വീക്ക് ആക്കിയിട്ട് ഹെയറിന്റെ ഗ്രോത്തിനെ കുറക്കുക, അതായത് ഹെയർ റീഗ്രോത്ത് ചെയ്യുന്ന ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു കാലയളവ് കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പലർക്കും പല കാലയളവിലായിരിക്കും റീഗ്രോത്ത് ഉണ്ടാവുക. ചിലർക്ക് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ വീണ്ടും ഹെയർ വളരും. ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഓരോരുത്തർക്ക് കാലയളവ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അമിതമായിട്ട് രോമവളർച്ച ഉണ്ടാവുന്നത് ചിലപ്പോഴും നമ്മുടെ ശരീരത്തിൽ മെയിൽ ഹോർമോണുകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ PCOD പോലുള്ള അസുഖങ്ങൾ കൊണ്ടുണ്ടാവും, ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാവും, ചില മെഡിസിൻസിന്റെ റിയാക്ഷൻസ് കൊണ്ടുണ്ടാവും. ചിലപ്പോൾ പാരമ്പര്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ രോമവളർച്ച കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് രോമങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ഹോർമോൺ പ്രവർത്തനങ്ങളെ ഹോം റെമഡീസും മറ്റു റെമഡീസും ഒക്കെ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള റെമഡീസ് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, എന്തായാലും സമയം എടുക്കും നമുക്ക് റിസൾട്ട് കിട്ടാൻ. പിന്നെ നമ്മുടെയൊക്കെ ബോഡി ടൈപ്പിന് അനുസരിച്ചിരിക്കും. ചിലപ്പോ എന്റെ ശരീരത്തിൽ ഹെയർ റീഗ്രോത്ത് ചെയ്യുന്ന റേറ്റിലായിരിക്കില്ല നിങ്ങളുടെ ശരീരത്തിൽ റീഗ്രോത്ത് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പൊ അതിന് അർത്ഥം ഈ ഒരു സംഭവം നമുക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയാ, ഇതൊരു ചീത്ത പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഹോം റെമഡീസ് ശരിയില്ല എന്നല്ല. അപ്പൊ അതെന്തായാലും സമയമെടുക്കും. അപ്പൊ ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേണം നമ്മൾ ഇതുപോലെയുള്ള റെമഡീസ് ട്രൈ ചെയ്യാൻ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ക്രീം ട്രൈ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോഴും ഈ ഒരു റീഗ്രോത്ത് കാലയളവ് വളരെ എന്താ ഒരു പെട്ടെന്നൊന്നും അങ്ങനെ റീഗ്രോത്ത് ഉണ്ടാവാറില്ല.
വളരെ താമസിച്ചിട്ട് തന്നെയാണ് ഹെയർ റീഗ്രോത്ത് ഉണ്ടാവാറുള്ളത്. അപ്പൊ ആ ഒരു കാലയളവ് ഇപ്പൊ കൂടിയിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, കുറച്ച് സമയം എടുത്തിട്ടാണ് റീഗ്രോത്ത് ഉണ്ടാവുന്നത്. പിന്നെ ഉണ്ടാവുന്ന ആ ഒരു ഹെയർ എന്ന് പറയുന്നത് എന്താ പറയാ, അതിന്റെ ഒരു തിക്നെസ്സും കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്രീം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീരെ നമുക്ക് ഹെയർ ഒന്നും ഇല്ലാണ്ട് എന്താ പറയാ നമ്മുടെ പ്ലെയിൻ ബോഡി ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുമില്ല. കാരണം ഞാനിതിപ്പോ റീസെന്റ് ട്രൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു റീഗ്രോത്തിന്റെ അളവ് കുറക്കാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ്. ഒരു ഹെയർ റിമൂവർ അല്ല, ഹെയർ റിമൂവിങ് ക്രീം അല്ല. അപ്പൊ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പൊ എന്തും പറയാനുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.